അപ്ഡേറ്റഡ് ടാറ്റ അൾട്രോസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് വേരിയൻ്റ് ആണിത്. ക്രിയേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണലി സൺറൂഫ് വരും. ഈ വേരിയൻറ്റിൽ സൺറൂഫ് വരുന്നില്ല. ക്രിയേറ്റീവ് വേരിയൻറ്റിൽ നമുക്ക് പെട്രോൾ മാനുവൽ ആൻഡ് പെട്രോൾ AMT മാത്രമാണ് വരുന്നത്. ക്രിയേറ്റീവ് എസ്സിലാണ് നിങ്ങൾക്ക് DCA ഗിയർ ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഡീസലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ടോപ്പ് എൻഡിൻ്റെ സിമിലർ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ കണ്ട അതേ 10.25 ഇഞ്ചിന് ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 360 ക്യാമറയുടെ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആംബിയൻ ലൈറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ വേരിയൻറ്റിൽ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ AC ആണ്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. സെൻറ്ററിൽ നമുക്ക് ഒരു സെൻറ്റർ ആംറസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ടോപ്പ് എൻഡിൻ്റെ സിമിലർ സൈസ് ആയിട്ടുള്ള 16 ഇഞ്ച് വീൽസ് തന്നെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, DRL വരുന്നുണ്ട്. ഫോഗ് ലൈറ്റ് മാത്രമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ് നമ്മുടെ ഈ ക്രിയേറ്റീവ് വേരിയൻറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഗോകുലം മോട്ടോഴ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം.